അരുണിനെ കാണാണ്ടാവുമ്പോഴേക്കും അരുണും ഞാനും അടിച്ച് പിരിഞ്ച് എന്ന് പറയുന്ന കുറച്ച് ലെവലുമാരുടെ ആയിട്ട് ഡെഡിക്കേറ്റഡ് ദിസ് വീഡിയോ. നമുക്ക് ഞാൻ കാട്ടിൽ നിറണ്ടോ? അത് മറ്റേ ലവള മാതിരി ഇവിടെ ചൊറിഞ്ഞ് കാണിക്കാൻ ഒന്നുകൂടെ പൊക്കി കാണിക്കും. കണ്ടോളി, ഇവൻ മുസ്ലിമാണ്, ഇവന് ഈ അമ്പലത്തിൽ കയറി എന്ന് പറഞ്ഞിട്ട് തെറിത്തള്ള പണ്ടൊരു ഗുണഗുണം അടിച്ചില്ല. ഞാൻ തെറിത്തള്ള ഇത് കണ്ടോ? ശൂലം കുത്തി ഓമും പറഞ്ഞു. തെരുത്താത്ത വേറെന്തോ പ്രശ്നത്തിലൊക്കെയാ, പാവുണ്ടാവും. ഓ നമ്മച്ചിനോട് മോഹപ്പത്ത്. നീ മച്ചിനോട്ടോടെ എന്താ നിനക്കിപ്പോ മച്ചിനെക്കാട്ടിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് അമ്മച്ചിയാണല്ലോ. ഞാനൊരു ഒറ്റ ആക്ടിങ്, ഞാൻ പണ്ട് ആക്ടിങ്ങിൽ ഭയങ്കര ഇതാന്ന് നീ അറിയാലോ. ഗായ്സ് ഡേ കണ്ടോളൂ, അരുൺ ഇരിക്കുന്നത് കണ്ടോളൂ ഗായ്സ്. ഇത് അരുണാണ്. അരുണിനെ കാണാത്തവരായിട്ട് നമുക്ക് അരുണിന്റെ അടുത്തേക്ക് പോകാൻ പറ്റൂല, കാരണം പോയാൽ അരുണിനോട് അടി കിട്ടും. അതുകൊണ്ട് ലോങ്ങിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് അരുണിനെ കാണിച്ചു തരാം ഗായ്സ്. ഇതാണ് അരുണ്. അങ്ങോട്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഇവിടെ നിന്നിട്ട് വീഡിയോ ചെയ്യുകയാണ്. അപ്പം അരുണിന്റെ ടീഷർട്ട് കണ്ടു എന്ന് വിചാരിക്കുന്നു, ട്രൗസർ കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇത്രേ ഇപ്പം നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമുക്ക് അടുത്തേക്ക് പോയാൽ അടി കിട്ടുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങോട്ട് പോകാത്തത്. എന്നാരാ പറയാ? അല്ല, മച്ചിയോ? മച്ചി ഓരോരുത്തരുടെ വീട് ഇന്നാള് കണ്ടത് പേളിമാണിന്റെ. ദോ ഗൈസ്, പേളിമാണിന്റെ വീടിന്റെ മുമ്പിൽ ഒരു കാറുണ്ട് ഗൈസ്. അങ്ങോട്ട് പോകാനൊഴിയില്ല, അങ്ങോട്ട് പോകാനൊഴിയില്ല ഗൈസ്. എന്തുവാ ഇങ്ങോട്ട് നോക്കണേ? എടി, എനിക്ക് നിന്നോട് പറയാനുള്ളത് എന്താണെന്നറിയോ? എന്നെ കുറിച്ചും എൻ്റെ മക്കളെ കുറിച്ചും ഡേ 11 കുറിച്ചും പറയുന്നതിൻ്റെ മുമ്പ് പെറ്റ് കാണിക്ക്. അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ നമ്മുടെ മറ്റേ ലെവല് പറഞ്ഞതിൻ്റെ അതിരി അല്ല, അമ്മായി പറഞ്ഞതിൻ്റെ അതിരി അല്ല, മക്കളങ്ങ് ദൈവം വിളിക്കുമ്പോലും ഓളെ മക്കൾ എന്ത് ഉപ്പിലിട്ട് വെച്ചു. അല്ല, നമ്മള് അഹങ്കാരത്തോടു കൂടെ മയപ്പാറ്റോ, നമ്മൾ അഹങ്കാരത്തോടു കൂടെ ഓരോന്ന് പറയുന്ന സമയത്ത്, മറ്റുള്ള കുഞ്ഞുങ്ങളെ പറ്റി അപവാദം പറയുന്ന സമയത്ത്, തനിക്ക് കുഞ്ഞില്ല എന്നുള്ളതും തനിക്കൊരു അമ്മയാവാൻ പറ്റില്ല എന്നുള്ള ബോധം നമ്മളുടെ മനസ്സിൽ വെച്ചിട്ട് വേണം മറ്റുള്ള ഈ ചെറിയ മക്കളെ പറ്റി കുറ്റം പറയാൻ. അർഹത ഉണ്ടെങ്കിൽ പറയാം. നീ പാട്ട് നോക്ക. ഇവന് വീഡിയോ എടുക്കുമ്പോ മാത്രാണ് ഇവന് വീടിന്റെ പരിസരം നോക്കുക. അമ്മച്ചി കണ്ടില്ലേ? അമ്മച്ചി ആ സമയത്തായിരിക്കും അമ്മച്ചിക്ക് മാല ഉണ്ടാവോ, കാഴ്ച പിന്നെ തൂണ് പിടിച്ച് ഇളക്കണോ, എന്തൊക്കെയാണോ ഈ അമ്മച്ചി. എന്താ അറിയോ അമ്മച്ചി? ഈ അമ്മച്ചിനോട് മച്ചിനെ പറയും. മച്ചിന് എന്ത് പറയാനാ? നീ ഈ രണ്ടാമത്തേന് മച്ചിനെ പറയാൻ എനിക്ക് താല്പര്യമില്ല. കാരണം നായിനെ കല്ലെടുത്തിട്ട് നായി കടിക്കാൻ വരുന്ന കാര്യ. ഒരു ഉപകാരം ഒരു ഇതും ഇല്ലാത്ത ആ നായിനെ പറഞ്ഞൊരു കാര്യമില്ല. അങ്ങനെ പറയുള്ളൂ. കാരണം എന്താ വെച്ചാല് ഒരാൾക്ക് വേണ്ടിയിട്ട് ലൈവ് ഇട്ടതിന് ശേഷം ലൈവ് കൂടി എനിക്ക് അങ്ങനെ ആക്കി വാങ്ങിച്ചിട്ട് ഇതൊക്കെ പൊന്തിച്ച് ഇങ്ങനെ കാണിച്ചാൽ എന്ത് പറയാനാ ഞാൻ. അതേ സ്ഥാനത്ത് അമ്മച്ചിനോട് കാണാൻ പിന്നുണ്ട്. അമ്മച്ചിക്ക് പിന്നെ ഒന്നില്ലെങ്കിലും ലോഡ്ജുമൊക്കെ പിടിക്കാറുള്ളൂ. അതുകൊണ്ട് വിഷയമല്ല. ഈ മച്ചിന്റെ കെട്ടിയാണ് കണ്ടിരുന്നോ അന്ന് അവിടെ ഉണ്ടായ മൊണ്ണ? ശരിക്കും ഒരു മൊണ്ണ പോലത്തെ ഒരു ചെങ്ങായിനെയായി ഈ തള്ളക്ക് കിട്ടിയത്. അതാ വീഡിയോസിൽ കാണിക്കാത്തത്. അണ്ണനെന്ത് പറ്റി? ഞാൻ അറട്ടണ്ണിനുമായിട്ടുള്ള വീഡിയോസ് ഇവിടെ വെച്ച് നിർത്തുന്നു.
എന്തൊക്കെയായാലും മലപ്പുറം അടി കിട്ടുമെന്നുള്ളത് അറിയാം. ഇല്ലു. അടി കിട്ടുമെന്നറിയാം. ഇത് നോക്ക്. അല്ല ഇങ്ങനെ പറഞ്ഞ പാറ്റാണ് ഫുള്ള് മഴപ്പാറ്റം. നല്ല മഴ പെയ്തതാ. ഇത് നേരത്തെ പെയ്തിനെ ഞങ്ങൾ കണ്ട് വീഡിയോ ഇട്ടു. ഞാനിവിടെ എത്തിയത് മറ്റേ ആയിട്ടിക്കല്ലേ, ഞാനിവിടെ എത്തിയത് നമ്മുടെ എന്താ പറയാ ഈ നനഞ്ഞ കോഴി എന്നൊക്കെ പറയില്ലേ, അതേമാതിരി അതിനെക്കാട്ട് അവസ്ഥയിലാ പറഞ്ഞത്. നല്ലോണം നനഞ്ഞിട്ടാ വന്നത്. ഒരു രക്ഷയില്ലാത്ത മഴ. അപ്പൊ ഞാൻ ഇവനെ കണ്ടില്ല കേട്ടില്ല വേണ്ട. അരുണേട്ടൻ ഇവിടെ ഉണ്ട്. ജിസ്മോളാണ് ഇട്ടത്. മോള് കാണിച്ചത് ജിസ്മോൾ തന്നെയാണ് ഇട്ടത്, വേറെ ആരും ഇല്ല കേട്ടോ. അപ്പൊ അല്ല, ഇവനെ കണ്ടില്ല കേട്ടില്ല എന്ന് പറയുമ്പോഴേക്കും ലവൻ പിരിഞ്ഞു പോയി, ഓന് വേറെ പോയി. അല്ലടേ, നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് നിന്നെ കാണാൻ വരുന്നുണ്ടല്ലോ അമ്മ. ഞാൻ കേട്ടിക്ക് മോളെ അമ്മായിയെ. ഞാനൊരു കാര്യം പറയാം, എന്നെ പോലെ ആയിക്കോട്ടെ. ഞാൻ കെട്ടാൻ പോകുന്നത് അവൾ കുറച്ച് സ്ട്രോങ് ആണ്. അടിച്ചണ്ണിലെ പല്ലോട് കഴിക്കും. പിന്നെ അമ്മായി പറഞ്ഞാൽ ഇനിയിപ്പോ പോസ്കോ കേസാണ് പറയാനുള്ളെങ്കിലും പോസ്കോ അല്ല, പോക്സോ ആണ്. ഇനി തല തിരിച്ചാ ഓള് പറഞ്ഞതിനെ കൊണ്ട് പറഞ്ഞ അമ്മായി അങ്ങനെയാ പറഞ്ഞത്. അങ്ങനെ അമ്മായി നല്ല ഒരു ആൾക്കാർ അങ്ങനെയാ പറയൂ, പോക്സോ എന്ന് ആരും പറയൂല. അപ്പൊ അമ്മായി എന്നാളെ പറഞ്ഞേക്ക് അരുൺ പോസ്കോ കേസിൽ അകത്തായവനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ. അത് ഞാനും വിചാരിക്കും. ഞാൻ എപ്പോഴും പറയുമ്പോ എന്നോട് അങ്ങനെയെല്ലാം പറഞ്ഞ് തിരുത്തി തരുന്നവനാണ് ലെവന്. കാരണം എൻ്റെ എനിമി ഉണ്ടല്ലോ, ആ റോഷൻ കരുവാൻകുണ്ടി, അവൻ്റെ പേർക്ക് ഈ പറഞ്ഞ സാധനം ഉണ്ട്. അപ്പൊ ഇവനെപ്പോഴും എന്നോട് പറയും അതല്ല, തിരുത്തി പറഞ്ഞു തരും. പക്ഷെ ഇവന് തെറ്റിയെന്ന് ഞാനിങ്ങനെ ആ മച്ചി ഇട്ടപ്പാ ഞാൻ വിചാരിച്ചു എന്നിട്ട് തെറ്റിയോ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അമ്മായിന ഒരു പ്രാവശ്യം പിടിച്ചത് കണ്ണൂർ ലോഡ്ജിൽ കേട്ടോ. അടയ്ക്ക്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആത്മാർത്ഥമായിട്ട് ചോദിക്കാം. ഇനിയും ഏറിപ്പോയ ഒരു ആഴ്ചയും കൂടി ഉണ്ട് നിന്റെ വിവാഹത്തിന്. നിനക്ക് പിന്മാറാൻ സമയമുണ്ട്. നീ ആ തള്ളനെ കെട്ടിക്കടേ. അയ്യോ, ചളിക്കൊണ്ട് ആരെങ്കിലും വിലക്ക് വാങ്ങുമോ? ആ തള്ളക്കുണ്ടാവൂലേ 3 വീലർ ഒഴിവാക്കി ഹെവി വെഹിക്കിൾ ഓടിക്കാനായിരുന്നു. അല്ലെങ്കിൽ കോഴിക്കോട് കത്തി കാണാൻ പോയിക്കോ. കത്തി കാണാൻ എന്ത് പോവാനാ? ഇതെന്താ മറ്റേ ഈ മ്യൂസിയത്തിലെങ്ങാനും പോയി കിരീടമൊക്കെ കാണുന്ന? അല്ല, ഞാൻ എല്ലാരും വീഡിയോ കത്തി കാണാൻ പോയിക്കോന്ന്. കാരണം കത്തി ആൾക്കാർക്ക് എത്രത്തോളം സങ്കടം ഉണ്ടാവും. ഒരു പാവം കഷ്ടപ്പെട്ടു. അങ്ങനെയാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മറ്റുള്ളവർക്ക് കഷ്ടപ്പാടുണ്ട്, ഓല വിഷമ, ഓൽക്ക് ഇത് ഇൻഷുറൻസ് ഉള്ള സംഭവം ആയിക്കോട്ടെ. വേറൊരു കാര്യമുണ്ട്, അവർക്ക് ഇപ്പൊ 10,000 രൂപയാണ് നഷ്ടമെങ്കിൽ ആ 10,000 അവർക്ക് അവിടെ കയ്യിൽ കൊടുക്കും. ഇൻഷുറൻസ് ഉള്ളതാ. പ്രത്യേകിച്ച് കത്തിപ്പോയാൽ ഏതൊരു ഇൻഷുറൻസിനെക്കാട്ടിലും നമുക്ക് പെട്ടെന്ന് കിട്ടുകയെന്ന് വെച്ചാൽ തീപിടുത്തത്തിനാണ്. കുറെ കാലങ്ങളായിട്ട് മാറ്റാൻ ഇങ്ങനെ നിൽക്കുന്നതായിരിക്കും. ചിലപ്പം കത്തിച്ചെന്നും വരാം. അങ്ങനെയുണ്ട് കേട്ടോ ഓരോരുത്തര്. ഇതല്ല കേട്ടോ, ചെറിയ ചെറിയ ഷോപ്പിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇതെന്താന്നുള്ളത് അവര് മറ്റേ ഇലക്ട്രിക് വയറിങ്ങനെ ഷോർട്ടായിരിക്കും. കാരണം വെച്ചാൽ അവിടെ അത്രയും അതെന്താ കത്തിക്കാൻ വെക്കൂല. കാരണം അത്രയും കാലങ്ങളായിട്ട് ബ്രാൻഡായ ഒരു സ്ഥലമാണത്. അതുമല്ല അടുത്തടുത്ത് പീടികകളാണ്. കാരണം എന്താ വെച്ചാൽ കത്തിക്കാൻ നിൽക്കൂല എന്ന് പറയാൻ കാരണം വെച്ചാൽ അങ്ങനത്തെ ബിൽഡിംഗ് ഒന്നും ആരും കത്തിക്കാൻ നിൽക്കൂല. ഞാൻ പറഞ്ഞ അവരെ പറ്റിയല്ല. കാരണം അതൊരിക്കലും കത്തിക്കാൻ നിൽക്കൂല. ഇവരിപ്പോൾ അത് കത്തിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവിടെ പടരുന്നതിന് മുമ്പ് താഴോട്ട് സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ പല ജീവൻ. കാരണം താഴത്ത് ഫുള്ള് കൂൾബാർ ഉണ്ട്, പിന്നെ ലോട്ടറി കട, പിന്നെ തൊട്ടപ്പുറത്ത് ഫാർമസി, PRC മെയിനായിട്ട് കുറച്ച് മോൾ ഭാഗം. അപ്പോൾ അതുകൊണ്ട് ആരും കത്തിക്കാൻ നിൽക്കില്ല അങ്ങനത്തെ സ്ഥലമൊന്നും. അപ്പോൾ അത് മുതലെടുത്ത് കത്തിക്കുന്ന കുറെ ടീമുണ്ട് ഇൻഷുറൻസിന് വേണ്ടിയിട്ട്. അത് മറ്റേ ക്രൈസി ഗോപാലൻ കണ്ടില്ലേ, നമുക്കെന്തെങ്കിലും ടൈറ്റ് വരുന്ന സമയത്ത് അവർ ചെയ്യുന്നൊരു സംഭവമാണ്. എന്തോ ആയിടട്ടെ. ഏതായാലും അരുണിനെ കണ്ടില്ല എന്നുള്ള പരാതി വേണ്ട. അപ്പൊ അരുൺ ഇതാ ഇവിടെ ഉണ്ട്. തെറ്റിപ്പോയതായിരുന്നു, ഞാൻ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നതാണ്. ഓക്കെ.